എൻ്റെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ എനിക്ക് വേണം കർത്താവേ. എൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വേണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരാ കർത്താവേ. അപ്പോസ്തലപ്രവൃത്തിയിൽ 28-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 28. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നാൽ, ആ അപ്പോസ്തലന്മാരാൽ തുടങ്ങിയ ദൈവസഭ, ആ പരിശുദ്ധാത്മാവ് 2-ാം അധ്യായത്തിൽ വന്ന് ബാക്കിയുള്ള 27 അധ്യായവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരിയെന്ന് ഞാൻ ചിലപ്പം പറയാറുണ്ട്. ആക്ട്സ് ഓഫ് ദി അപ്പോസൽസ് എന്ന് പറയുന്നതും ആക്ട്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നതും ശരിയാണെന്ന് തോന്നും. കാര്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിനകത്ത് പൗലോസ് അപ്പോസ്തലൻ്റെ രക്ഷ, പൗലോസ് അപ്പോസ്തലൻ പിന്നെ എങ്ങനെ അപ്പോസ്തലനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, ദൈവസഭ എങ്ങനെയൊക്കെ വളരുന്നു, ഏതൊക്കെ പീഡയിലും പ്രതികൂലതയിലൂടെ പോകുന്നു, അവിടെയൊക്കെ ദൈവം എങ്ങനെ അത്ഭുതകരമായി സഭകളെ നയിക്കുന്നു എന്നുള്ളതെല്ലാമാണ് അവിടെ ഉള്ളത്, അല്ലേ? അപ്പം അവസാനത്തെ അധ്യായങ്ങളിലേക്ക് വന്നപ്പോഴത്തേക്കും പൗലോസ് ഏകദേശം ഒരു അറസ്റ്റിലായി. തൻ്റെ എക്സിക്യൂഷനാണ് ഇനി നടക്കാനുള്ളത്. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ തൻ്റെ തലവെട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനിടയ്ക്കൊരു ഗ്യാപ്പ് കൊടുത്തു. അപ്പോൾ ഈ പൗലോസ് ഈ എന്താ വിശ്രമമില്ലാതെ ഓടിയത് കാരണം കൂടെ ദൈവം പിടിച്ച് ഇയാളെ എവിടെ ഇടും? കാരാഗ്രഹത്തിലിടും. എന്തിനാണെന്നറിയാമോ? എഴുതെഴുതാൻ. അദ്ദേഹത്തെ പിടിച്ച് ഇടയ്ക്ക് ജയിലിൽ ഇട്ടുകൊണ്ടാണ് നമുക്ക് കുറേ ലേഖനങ്ങൾ കിട്ടിയത്. ഒരർത്ഥത്തിൽ അദ്ദേഹം ചുമ്മാ ഓടിക്കൊണ്ടിരുന്ന എഴുതി കിട്ടത്തില്ലായിരുന്നു, അല്ലേ? അപ്പം ഈ കൂട്ടത്തിൽ അവസാനം അദ്ദേഹം ഈ പറഞ്ഞ പോലെ 27-ാം അധ്യായത്തിൽ ഇദ്ദേഹത്തെ കപ്പലിൽ കയറ്റി കൊണ്ടുപോകാൻ പോവാം. അപ്പോൾ കൊണ്ടുപോകാൻ പോകുമ്പം ഒരു കപ്പലിലോട്ട് കയറാൻ പോകുമ്പോൾ ഇദ്ദേഹം പറയും, ഇതേ പോകരുത്, ഇതിപ്പം പോകുന്നത് ശരിയല്ല, കാലാവസ്ഥ പ്രതികൂലമാണ്, ശരിയല്ല, കേൾക്കത്തില്ല. അപ്പോൾ അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, കപ്പലിൻ്റെ ഉടമ പറഞ്ഞില്ലല്ലോ കുഴപ്പമില്ല, പിന്നെ കപ്പിത്താൻ പറഞ്ഞു, ഞാൻ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആട്ടെ. അവരുടെ വാക്കും കേട്ടുകൊണ്ട് കപ്പലെടുത്തു. വലിയ കാറ്റായി, കോളായി, ഈ സൂര്യനെ പോലും കാണാനില്ലാതെ എത്രയോ ദിവസം കിടന്ന് അവസാനം അലഞ്ഞ് എല്ലാവർക്കും ഭക്ഷണവും കഴിക്കേണ്ട, വെള്ളവും കുടിക്കേണ്ട, അവസാനം ഇദ്ദേഹം എഴുന്നേറ്റ് പറയും, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് എന്തെങ്കിലും കുടിക്കുക ചെയ്യ്, ഞാൻ സേവിക്കുന്ന എൻ്റെ ഉടയവനായ കർത്താവ് ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും നശിച്ചു പോകത്തില്ല, എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്, ഇത് ഒരിടത്ത് എത്തും, അല്ലേ? ഇത് ഒരിടത്ത് എത്തും, നമ്മൾ കരയ്ക്ക് എത്തും, പക്ഷേ കപ്പൽ ഇതേ ഷേപ്പിൽ എത്തത്തില്ല, അത് ഉടഞ്ഞുപോയി, അല്ലേ? നഷ്ടകഷ്ടങ്ങളൊക്കെ വന്നു, പക്ഷേ നമ്മുടെ ജീവന് ദോഷമൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തി. അപ്പോൾ ഇവിടെ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴെങ്കിലും നമ്മൾ കാരണം ദൈവം രക്ഷിക്കുന്ന ഒരു കൂട്ടവും നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. നിങ്ങളൊരു കുടുംബത്തിലുണ്ട്, നിങ്ങൾ മാത്രമേ രക്ഷിക്കപ്പെട്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കുടുംബത്തിലുള്ളത് കാരണം ആ കുടുംബത്തിലെ ഒരുപാട് ആപത്ത് ദൈവം ഒഴിച്ചു തരും. എത്ര ഒരു വിശ്വസിക്കുന്നു? നിങ്ങളൊരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾ ആ വാഹനത്തിലുള്ളത് കാരണം ആ വാഹനത്തിലുള്ളവരെ കൂടെ ദൈവം സൂക്ഷിക്കുക. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും, അല്ലേ? ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ അപകടങ്ങൾ പിടിച്ച കാലത്ത് എന്തുമാത്രം അപകടങ്ങൾ നമ്മൾ കേൾക്കുന്നത്. ഇതിനിടയിൽ കൂടെയൊക്കെ നമ്മളെ കർത്താവ് രക്ഷിച്ച് ജീവനോടെ വെച്ചിരിക്കുന്നുവെങ്കിൽ അത് ദൈവം നമ്മളെ സൂക്ഷിക്കുന്നുണ്ടാണ് പ്രിയപ്പെട്ടവരെ. ശരി, എൻ്റെ വിഷയം അതല്ല. അങ്ങനെ ഒടുവിൽ ഈ പറഞ്ഞ പോലെ ഒരു പരുവത്തിൽ കപ്പൽ തകർന്നു പോയി, എല്ലാവരും കൂടെ നീന്തി കയറി ഒരു ദ്വീപിൽ വന്ന് കയറി. 28-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളതാ കാണുന്നത്. എന്താണ്? രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. ഒരു ദ്വീപിൽ വന്ന് കയറി. ആ ദ്വീപിൻ്റെ പേരെന്താ? മെലിഞ്ഞ അല്ല, മാൾട്ട, അല്ലേ? മാൾട്ട എന്നൊരു ദ്വീപിൽ വന്ന് കയറി. ശരി, അവിടെ വന്ന് കയറിയപ്പോൾ എന്തു പറ്റി? അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. അവിടെയുള്ള ബർബരന്മാർ അതാരാണോ? അവിടെയുള്ള നേറ്റീവ്സ്, അല്ലേ? അവർ ഏത് ഗോത്രക്കാരാണെന്നറിയത്തില്ല. അവർ ഈ വന്ന് നീതി കയറി വരുന്നവരെല്ലാം പെട്ടെന്ന് കയറ്റി അവരെ രക്ഷിച്ചു, അല്ലേ? അവരെ സഹായിക്കാൻ തുടങ്ങി. എന്തൊക്കെ സഹായിച്ചു? മഴയും ശീതവും. അവിടെ നോക്കണേ, കാലാവസ്ഥ നല്ല മഴയും നല്ല തണുപ്പും, നല്ല മഴയും നല്ല തണുപ്പും. തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു. അവിടെ പെട്ടെന്ന് അവരൊരു തീയൊക്കെ കൂട്ടി. അവിടെ മാക്സിമം ഇവർക്ക് കൊടുക്കാമെന്ന് ഇവരെ ഒന്ന് ചൂടാക്കണം. കാരണം വെള്ളത്തിൽ കിടന്നല്ലേ വരുന്നത്, ഒരു പല കഷ്ണത്തിൽ കയറി പിടിച്ച് കിടന്നൊക്കെയാണ് വന്നത്. അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റിയപ്പോൾ ഇവരെ ഒന്ന് ശരീരം ഒന്ന് വാമപ്പ് ഒന്ന് ചൂടാക്കണം. അപ്പോൾ അവിടെ തീ കൂട്ടി ഇവർക്കൊരു കംഫർട്ടബിളായിട്ടൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കുകയാണ്. ശരി, അടുത്തത് പൗലോസ് കുറേ വിറക് പെറുക്കി. മതി. അവിടെ നോക്കണേ, തീ കൂട്ടിയത് ഈ കപ്പലിൽ വന്നവരല്ല, അവിടെയുള്ള ലോക്കൽസാണ് തീ കൂട്ടിയത്. പക്ഷെ തീ കൂട്ടി അവർക്കൊന്ന് ശരീരത്തിനൊരു ചൂട് അങ്ങോട്ട് പരാൻ തുടങ്ങിയപ്പോഴത്തേക്കും പൗലോസ് അവിടെ വെറുതെ ഇരുന്നില്ല. പൗലോസ് എന്ത് ചെയ്തു? പതുക്കെ ചെന്നിച്ചിട്ട് അവിടെയൊക്കെ ചുറ്റി കിടന്നിച്ചിട്ട് വിറക് പിറക്കി കൊണ്ടുവന്നു.
ഇതിനെപ്പറ്റി ഒരു ദൈവദാസൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് എന്നെ വളരെ ടച്ച് ചെയ്തു. എന്താണ് ശരിക്കും പറഞ്ഞാൽ ചുള്ളി കൊണ്ടുവന്നിട്ടെന്നുള്ളൊരു ഇതുകൊണ്ട് അല്ലേ? ഈ തീ കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ വി നീഡ് ടു ആഡ് ഫ്യൂവൽ അല്ലേ? എന്തെങ്കിലും ഇതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ആരെങ്കിലും കത്തിക്കട്ടെ, ആരെങ്കിലും കത്തിക്കുന്ന തീ ഞാനും കൂടെ പോയിരുന്ന് തീ കാഞ്ഞോളാം എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ അവിടെ ഒരു കാര്യം ഓർക്കണം, ആ തീ കത്തി നിൽക്കണമെങ്കിൽ, ആ തീയിൽ നിന്നുള്ള ചൂട് എൻ്റെ ശരീരത്തിന് അതെനിക്ക് ഈ പറഞ്ഞ പോലെ അനുഗ്രഹമായി തീരണമെങ്കിൽ ഐ ഹാവ് ടു ഡു എ ജോബ്. എന്താണ്? ഞാനും കൂടെ ഒന്ന് ഇറങ്ങി വിറക് പിറക്കിക്കൊണ്ടുവരണം. ഇന്നെനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. ചിലരെങ്കിലും ഈ പറഞ്ഞ പോലെ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം സഭ ചെയ്തോണം അല്ലേ? എന്ത് വന്നാലും സഭ ചെയ്തോണം. അങ്ങനെയല്ല പ്രിയപ്പെട്ടവർ. നമ്മളെ ഓരോരുത്തരെയും വിളിച്ച ചില കാര്യങ്ങളുണ്ട് അല്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ ആലസരായിട്ട് മടിയന്മാരായിട്ട് മടിച്ചികളായിട്ടും ഇരിക്കുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ന് എഴുന്നേറ്റ് നമ്മൾ നമ്മുടെ ഭാഗം ചെയ്യണം പ്രിയപ്പെട്ടവരെ. അത് ഭൗതികമായ കാര്യമാണ് ഞാൻ പറഞ്ഞു. ഇനി അടുത്ത ഒരു ആത്മീയ വശത്തേക്ക് പോവാം. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇവിടെ നോക്കിയേ, ശരിക്കും ഈ കപ്പലിൽ നിന്ന് ഈ പറഞ്ഞ എത്രയോ ദിവസത്തെ ഈ ഒരു വല്ലാത്ത അവസ്ഥയ്ക്ക് ശേഷം പിന്നെ കപ്പൽ തകർന്ന് വെള്ളത്തിൽ കിടന്ന് തണുപ്പത്തിൽ കിടന്ന് നീന്തി വല്ല വേദനയും കരയെ കയറി. അപ്പം സത്യം പറഞ്ഞാൽ ഇവരുടെ എനർജി എല്ലാം പോയി അല്ലേ? മനസ്സ് ക്ഷീണിച്ചും അടുത്ത് അവർ സത്യം പറഞ്ഞാൽ ചത്ത ശവങ്ങളായിട്ടെല്ലാം വന്ന് അടിഞ്ഞത് ഇവിടെ ബാക്കി കൂടെ ഉള്ളവർ. പക്ഷെ ഇദ്ദേഹം കർത്താവ് തന്നോട് സംസാരിച്ച് ഉറപ്പിച്ച കാരണം ആ ഒരു ധൈര്യത്തിലാണ് താനീ വന്ന് കരയ്ക്കടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ താൻ എന്ത് ചെയ്തു? അവിടെ തീ കണ്ടല്ലോ, ഇനി ഞാനൊന്ന് ഇവിടെ നിന്ന് തീ കാഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് ഇരുന്നില്ല. താൻ എഴുന്നേറ്റ് എന്ത് ചെയ്തു? വിറക് പോയി പിറക്കിക്കൊണ്ടുവന്നു. ഇവിടെയാണ് നല്ലോണം ഓർക്കണം. ഈ എന്തൊക്കെ ചുള്ളി കൊണ്ട് അതിനകത്തിട്ടു, എന്തൊക്കെ വിറവ് കൊണ്ടിട്ടെന്ന് ചോദിച്ചാൽ ഒരു 3 സ്റ്റിക്സ് അല്ലെങ്കിൽ കമ്പുകൾ അല്ലെങ്കിൽ ചുള്ളി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വിറക് കൊണ്ടിട്ടു. ഒന്നാമത്, ഇഫ് യു വോണ്ട് ടു കീപ് ദ ഫയർ ബേണിങ് ഇൻ യുവർ ലൈഫ്, നമ്മുടെ ജീവിതത്തിൽ ആ തീ ഉണ്ടെങ്കിൽ, ആ തീ നിലനിർത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചുള്ളി, ഒന്നാമത്തെ വിറക് കഷ്ണം, ഒന്നാമത്തെ സ്റ്റിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ ലൈഫ് ഓഫ് പ്രെയർ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ പിന്നെ തീ ഇല്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് നമ്മുടെ എല്ലാം പ്രശ്നം, ഞായറാഴ്ച ഇവിടെ ഒരു തീ കത്തിച്ച് വയ്ക്കുമ്പോൾ എല്ലാവരും വന്ന് ഒരാഴ്ചത്തേക്കുള്ളത് കൊണ്ടുകൊണ്ട് പോവുക. ഇവിടെ തീക്കകത്തൊന്നും ഇവിടെ ഇരിക്കാൻ ഒരു രസമാണ് അല്ലേ? പക്ഷേ നിങ്ങളങ്ങോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ തീയുണ്ടോ? നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ തീയുണ്ടോ? നാളെ ഒരു പ്രശ്നം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ തീയുണ്ടോ പ്രിയപ്പെട്ടവരെ? യു ഹാവ് ടു ക്യാരി യുവർ ഫയർ. നമ്മൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ ആ തീ കത്തിക്കൊണ്ടേയിരിക്കണം. നമുക്കറിയാമോ, പഴയ നിയമത്തിൽ ആ കൂടാരത്തിൽ അവിടെ എന്ത് ചെയ്യണം? തിരി കത്തിക്കൊണ്ടേയിരിക്കണം. രാവിലെ എഴുന്നേറ്റ് അതെന്ത് ചെയ്യണം? അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അത് കത്താനുള്ള ഏർപ്പാട് ചെയ്യണം. ഒരിക്കലും നിൻ്റെ തീ കെട്ടുപോകരുത്. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നൊരു കാര്യം, മകനെ മകളെ, നിൻ്റെ ജീവിതത്തിൽ ആ തീ ഉണ്ടോ? ഈ തീ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രവാചകം മൈക്ക് കൊടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഫയർ ഫയർ എന്ന് പറഞ്ഞ ആ ഫയറല്ല ഞാനീ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ കത്തി നിൽക്കുന്ന ഒരു തീയുടെ അനുഭവം ഉണ്ടോ പ്രിയപ്പെട്ടവരെ? ആ തീ കത്തിച്ച് നിർത്തുന്നത്, ഞാൻ മീറ്റിങ്ങിൽ നിന്ന് ഓടുന്നതുകൊണ്ടല്ല തീ കത്തുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. ദാറ്റ് ഷോസ് ഹൗ ഡിപ്പെൻഡൻ്റ് ആർ യു ഓൺ ഗോഡ്. ദൈവത്തെ ഞാൻ എന്തുമാത്രം ദൈവത്തെ കൂടാതെ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? പിശാചിൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രം നമ്മളെ വീഴ്ത്തുന്ന 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ഒന്ന് ലസ്റ്റ് അല്ലേ, ഈ മോഹങ്ങൾ. അടുത്തത് പ്രൈഡ്, എൻ്റെ നിഗളം, എൻ്റെ അഹങ്കാരം. അടുത്തത് എൻ്റെ ഗ്രീഡ്, എൻ്റെ കൊതി. ഇസ്രായേൽ ജനങ്ങളുടെ വലിയ പ്രശ്നം എന്തായിരുന്നു? കൊതി. നമ്മൾ മോശമൊന്നുമല്ല, കൊതിക്കൊന്നും നമ്മൾ അല്ലേ. ഇവിടെ എനിക്ക് ഒരു കൊതിയില്ല എന്ന് പറഞ്ഞിരുന്നത് കൈപൊക്കിക്കേ. എനിക്കൊരു കൊതിയില്ല, ഞാൻ അങ്ങനെ എന്തെൻ്റെ മുന്നിൽ വന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല അല്ലേ. അങ്ങനെയൊന്നും അല്ല. നമുക്ക് സ്വതവേ ഈ 3 കാര്യങ്ങളുണ്ട്. ലസ്റ്റ് നമുക്കുണ്ട്, പ്രൈഡുണ്ട്, ഗ്രീഡുമുണ്ട്. ഇത് 3 വെച്ചാണ് ഈ പിശാചും ലോകവും എൻ്റെ ജഡവും ഇവ 3 എന്നെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുക. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നാമത് ആ പ്രൈഡ് നമുക്കുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം ഐ വോണ്ട് ബി പ്രേയിങ്. കാര്യം എന്താ? ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ്, ഐ ഡോണ്ട് നീഡ് ഗോഡ്. എനിക്ക് ദൈവത്തെ ആവശ്യമില്ല, ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ. ഒരു അസുഖം വന്നു, അതിനെന്താ, നമുക്ക്
ഇൻഷുറൻസ് ഉണ്ടല്ലോ. നേരെ ഡോക്ടറെ അടുത്ത് പോയി, ഏറ്റവും നല്ല ആശുപത്രിയിൽ പോയി, കാര്യങ്ങളെല്ലാം ചെയ്തു. പക്ഷേ ആശുപത്രിക്ക് നിങ്ങളെ സഹായിക്കുമ്പോൾ ഡോക്ടേഴ്സ് കൈമലത്തി, നിങ്ങളുടെ പണം കൊണ്ട് ഒരു കാര്യമില്ല, ഇൻഷുറൻസ് ഉണ്ടായിട്ട് കാര്യമില്ല, പരിഹാരമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അടുത്ത് പോവും. ശ്രദ്ധിച്ചേ, നമ്മുടെ പ്രശ്നം നമുക്കെല്ലാം ഹാൻഡിൽ ചെയ്യാമെന്നാണ് നമ്മുടെ വ്യാരം. അത് രോഗം വന്നാൽ പോലും ഹാൻഡിൽ ചെയ്യാം, എനിക്കൊരു ക്രൈസിസ് വന്നാലും ഹാൻഡിൽ ചെയ്യാം. ഇല്ല പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലത്ത് ഞാനൊരു പ്രവചനം പറയാം. ഇനി എല്ലാം മരുന്നും ഏക്കാത്തൊരു കാലം വരും. കാരണം നമ്മുടെ ശരീരത്തിൽ അടിച്ചു കയറ്റുന്ന ആൻറ്റിബയോട്ടിക്സിന് വല്ല അന്തം ഉണ്ടോ? ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താലേ നിങ്ങൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കും. ഇപ്പം അങ്ങനെയല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ആൻറ്റിബയോട്ടിക്സ് കുറിപ്പിരിപ്പുണ്ട്, നേരെ കൊണ്ട് മേടിച്ച്. പ്രത്യേകം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഓവർ ദ കൗണ്ടർ എന്ത് മരുന്നും മേടിക്കാം, അതും എളുപ്പമായി. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഈ അൺഓതറൈസ്ഡ് ആയിട്ട് കഴിച്ച ആൻറ്റിബയോട്ടിക്സ് കാരണം നിങ്ങളുടെ ഈ ഇമ്മ്യൂണിറ്റിയൊക്കെ പോയിരിക്കുക. ഇനി ഒരു എത്ര ആളും കൂടെ പോകുന്നതായിരിക്കുന്നത്. ദൈവം ഇങ്ങനെ പറയല്ലേ പാസ്റ്ററേ, ഇത് ഞാനല്ല പറയുന്നത്, സീനിയർ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന ഒരു സീനിയർ ഡോക്ടർ ഉണ്ടായിരുന്നു, ഞാനുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. ഒരിക്കലൊരു ഡോക്ടേഴ്സ് ഫെലോഷിപ്പിന് അദ്ദേഹം ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചു. ഞാനാണ് അദ്ദേഹത്തെ അന്ന് സ്റ്റേജിലോട്ട് കയറ്റി വിട്ടത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അദ്ദേഹം സ്റ്റേജിലോട്ട് കയറി, നല്ല പ്രായമായി. അദ്ദേഹം മൈക്കെടുത്തിട്ട്, മുന്നിലൊരു 100 കണക്കിന് ഡോക്ടേഴ്സ്, എല്ലാം ചെറുപ്പക്കാരായിരിക്കുന്നത്. അദ്ദേഹം എഴുന്നേറ്റിട്ട് മൈക്കെടുത്തിട്ട് രണ്ട് വരിയെ പറഞ്ഞുള്ളൂ. യങ് ഡോക്ടേഴ്സ്, I want to say something. Don't prescribe antibiotics unnecessarily. അദ്ദേഹം പറഞ്ഞ ഒരു സീനിയർ സർജനാണ്, തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ഒരു സീനിയർ സർജൻ, മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു കുറച്ച് ആൾ. അദ്ദേഹം മരിച്ചുപോയി, ഇപ്പോൾ ഇല്ല. അദ്ദേഹം അന്ന് അവർ കൊടുത്തൊരു ഉപദേശം, ദയവായി ഈ ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക്സ് എഴുതി കൊടുക്കല്ലേ. ഞാൻ ചിന്തിച്ചു, ഇതാണോ വലിയ ഉപദേശം? ഇത് വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ ഒരർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞാൽ വലിയ കാര്യമുണ്ട് പ്രിയ. ഇന്ന് വേണ്ടുന്നതിനും വേണ്ടാത്തതിനും എല്ലാം നമ്മളിങ്ങനെ മരുന്നുകളും കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ കയറ്റി ഒരു കാലം കഴിയാൻ നമ്മുടെ ശരീരത്തിൽ പിന്നെ ഒന്നും ഏക്കത്തില്ല പ്രിയപ്പെട്ടവരെ, അല്ലേ? അങ്ങനെ ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ നമ്മൾ കണ്ടു, പല ആശുപത്രികളിലും അവർക്കൊന്നും ചെയ്യാൻ ഒരു ഓക്സിജൻ സിലിണ്ടർ പോലും നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല, ഒരു ബെഡ് തരാൻ പറ്റിയില്ല. അന്ന് കോടീശ്വരന്മാർ വന്ന് കെഞ്ചുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിൽ കൂടെയൊക്കെ വായിച്ചതാണ്. അങ്ങനെയെങ്കിൽ അങ്ങനൊരവസ്ഥ നാളെ വന്നാൽ അന്ന് നമ്മൾ എന്ത് ചെയ്യും? അന്ന് നമ്മളിവിടെ പോവും. ഞാൻ ചോദിക്കുന്നത്, അന്ന് പോകാനിരിക്കാതെ ഇപ്പോഴേ ഒരു കൊച്ചു തലവേദന വരുമ്പോഴും നമ്മൾ ദൈവത്തോടങ്ങ് പറഞ്ഞാൽ എന്താ കുഴപ്പം, അല്ലേ? ഈവൻ എ സ്മോൾ ഹെഡേക്ക് ഐ ക്യാൻ ഹാൻഡിൽ മൈസെൽഫ്, ഇതാണ് നമ്മുടെ ചിന്ത. ഞാൻ പറയുന്നത്, ഒരു കൊച്ചു തലവേദനയായാലും ഒരു വലിയ സീരിയസ് ബ്രെയിൻ ട്യൂമർ ആണെങ്കിലും രണ്ടും സൗഖ്യമാക്കുന്നവൻ കർത്താവ് തന്നെയാണ്. അപ്പം നമുക്ക് ചെയ്യാവുന്നത് രണ്ടാണെങ്കിലും ആദ്യം കർത്താവിനോട് പറയുന്നതാണ് നല്ലത്. കർത്താവ് അതിൻ്റെ വഴി കാണിച്ചു തരട്ടെ. അപ്പം ആദ്യം കർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രൈഡില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമുക്ക് അല്പം അഹങ്കാരമുണ്ട്, എനിക്കിത് ഹാൻഡിൽ ചെയ്യുക, എൻ്റെ ജഡത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. പണ്ട് ഈ ഗൂഗിളില്ലാത്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഗൂഗിൾ ഇപ്പോൾ ഒത്തിരി കുഴപ്പമാണ്. ഇപ്പോൾ ഒരു ചെറിയ അസുഖം വന്നാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യുന്നത്? ഒരു മരുന്ന് കഴിക്കുമ്പം, പണ്ടൊക്കെ ആണെങ്കിൽ ദൈവത്തെ പോലെയാണ് ഡോക്ടർമാരെ കരുതി അവർ തരുന്ന മരുന്ന് അപ്പോഴേ വിഴുങ്ങിയിരിക്കും. ഇപ്പോൾ ഈ മരുന്ന് ഇങ്ങോട്ട് എടുത്തിട്ട്, ഇതെന്തുവാ ഇത് നോക്കട്ടെ, അടിച്ചു നോക്കി, ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണ്, ഇതെന്തിനുള്ളതാ, ഇതെത്ര കഴിക്കണം, ഒയ്യോ എന്തൊക്കെയാണ് ആലോചിച്ച് നോക്കിയേ. പക്ഷേ അതുകൊണ്ട് ഗുണമുണ്ട് കേട്ടോ. ഈയിടയ്ക്ക് ഒരു ദിവസം എനിക്ക് ഒരു വൈകുന്നേരം, ഉച്ചയ്ക്ക് ഒരു വീട്ടിൽ നിന്ന് കഴിച്ചതാണ്, വൈകുന്നേരം ആയപ്പോൾ എനിക്ക് വയറങ്ങ് പേരിക്കുക. അപ്പോൾ ഞാൻ ജെയിംസാനെ ഓർത്തു, അങ്ങ് ബ്ലോട്ട് ചെയ്ത് നിൽക്കുക, ഒരു രക്ഷയില്ല. ഞാൻ ആലോചിച്ചിട്ട് എന്ത് പറ്റി, അങ്ങനെ ഒരു കാരണമൊന്നും കാണുന്നില്ല. ഞാനങ്ങ് വിഷമിച്ചു. വൈകുന്നേരമായി, രാത്രിയായി, എനിക്ക് വല്ലാത്ത പ്രയാസം. അവസാനം എനിക്ക് എന്തോ തോന്നി, സാറിന് അസുഖം വരുമ്പോൾ വേദോസ്തം എടുത്ത് വായിക്കണമെന്നാണ്. ഞാൻ പതുക്കെ ഗൂഗിൾ എടുത്ത് ഒന്ന് നോക്കിയപ്പം കുറേ നാളായിട്ട് ഞാൻ കഴിക്കാതിട്ടിരുന്ന ഒരു കാൽഷ്യം സപ്ലിമെൻറ്റ് അന്നോട്ട് കഴിച്ചു തുടങ്ങി. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റിൽ ഒന്നാമത് ബ്ലോട്ടിങ്. ഇതങ്ങോട്ട് വായിച്ച് അറിവങ്ങോട്ട് കിട്ടിയതും വയറ്റിലെ ഗ്യാസ് എങ്ങോട്ട് പോയെന്നറിയത്തില്ല. ചിലപ്പോഴെങ്കിലും സത്യം പറഞ്ഞാൽ നിങ്ങൾ മരുന്നെടുക്കണ്ട, നിങ്ങൾ അസുഖത്തെ പറ്റിയും മരുന്നിനെ പറ്റിയും ഒന്ന് പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അസുഖം പോകും. അപ്പോൾ അങ്ങനെ വല്ലപ്പോഴും ഗൂഗിൾ ഒരു ഉപകാരമൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്കും. പക്ഷേ എപ്പോഴും എന്തിനും ചെന്ന് ഈ ഗൂഗിൾ തുറന്ന് അസുഖത്തെ പറ്റിയും മരുന്നിനെ പറ്റിയും പഠിക്കുന്നത് നല്ലതല്ല. കാര്യം നമുക്കില്ലാത്ത സംശയങ്ങളെല്ലാം അങ്ങ് വരും. അതുകൊണ്ട് ആ കാര്യത്തിലൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. അപ്പം ഇവിടെ ഇഫ് യു ആർ സോ ബിസി, നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, വി ആർ സോ ബിസി. നമുക്ക് ഈ ബിസി അത്രയ്ക്കങ്ങ് തിരക്ക് വന്നിട്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തത്. ബിസിക്ക് ഒരു ആക്രോണിം ഉണ്ടല്ലോ, അറിയാമല്ലോ, ബിസി അണ്ടർ സൈറ്റൻസ് യോക്ക്. എന്താണ്? BUSY അല്ലേ? ആരുടെ നുഖത്തിൻ്റെ കീഴിലാണ് ഇങ്ങനെ പൈസ ആയിരിക്കുന്നത്? പിശാചിൻ്റെ നുഖത്തിൻ്റെ കീഴിലാണ് നമ്മൾ ഇരിക്കുന്ന ഒരു ആൾ പറഞ്ഞത് ശരിയാണ്. അപ്പം ഇവിടെ ആരോ പറഞ്ഞു, വെൻ യുവർ പ്രെയർ ലൈഫ് റിസറക്ട്സ്,
ഓൾ ഡീമൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാ പിശാചും ഈ പറഞ്ഞ പോലെ അങ്ങ് എഴുന്നേക്കും നിങ്ങൾക്കെതിരെ. ഓൾ യുവർ ഓൾഡ് ഹാബിറ്റ്സ് ഓൾസോ വിൽ റിസറക്റ്റ്. ഈ പറഞ്ഞ പോലെ പണ്ട് നിങ്ങൾ നല്ല മദ്യപാനിയായിരുന്നു, ഈ പറഞ്ഞ പോലെയൊക്കെ എല്ലാം നിർത്തി, ഈ പറഞ്ഞ പോലെ ഒന്ന് ഒതുങ്ങിക്കഴിഞ്ഞു, ഡിയഡിക്ഷനൊക്കെ കഴിഞ്ഞ് നിങ്ങളിപ്പം നല്ല കുട്ടിയായിട്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളൊരു പ്രാർത്ഥനയ്ക്കൊക്കെ പോയി പതുക്കെ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ ഒരു പ്രാർത്ഥന തുടങ്ങി. ഈ പ്രാർത്ഥനയും തുടങ്ങിയിട്ട് നിങ്ങൾ ഇറങ്ങുമ്പം നിങ്ങളുടെ പഴയ കൂട്ടുകാർ ഒരിക്കലും ഇല്ലാത്ത പോലെ നിങ്ങളെ വിളിച്ചുകൊണ്ട് കുടിക്കാൻ പോകും. ഇടയ്ക്ക് ഒരാൾ പറഞ്ഞൊരു കഥയാണ്, ഞാൻ സേർട്ടുവലി നിർത്തിയിട്ട് വർഷങ്ങളായി. ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയപ്പം കുട എടുക്കാതെ പോയി. മഴയത്ത് ഞാൻ ഓടിക്കയറി ഒരു മുറുക്കാങ്കയുടെ സൈഡിൽ നിന്ന്. അപ്പോൾ അവിടെ വേറെ 3-4 പേര് മഴയത്തൊന്ന് ഒതുങ്ങിയെന്ന്. ഒരുത്തനൊരു സേർട്ട് വാങ്ങിച്ച് കത്തിച്ച് അങ്ങോട്ട് പുക വിട്ടു. ആ പുക അങ്ങോട്ട് അടിച്ചപ്പോഴത്തേക്കും എൻ്റെ കൺട്രോൾ വിട്ടുപോയി. ഞാനും എന്ത് ചെയ്തു, ഒരു സിഗരറ്റ് വാങ്ങിച്ച് വലിച്ചു. അങ്ങനെ ഞാൻ എത്രയോ വർഷത്തിന് ശേഷം ഞാനൊരു സിഗരറ്റ് മേടിച്ച് വലിച്ചു പാസ്റ്ററേ. കണ്ടോ, ഇയാൾ വിചാരിച്ച് ഈ ശീലം അങ്ങ് പോയെന്ന് അല്ലേ. ഒരു പുക മതി പ്രിയപ്പെട്ടവരെ, നമ്മളെ പ്രലോഭിക്കാൻ ഒത്തിരി ഒന്നും വേണ്ട. പിശാചിനറിയാം നമ്മുടെ എവിടെ പിടിക്കണമെന്ന്. അപ്പോൾ ഇവിടെ നമ്മുടെ പ്രെയർ ലൈഫ് ഇല്ല എങ്കിൽ അവിടെ ഒരു 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 ഭക്തൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, വെൻ യുവർ പ്രെയർ ലൈഫ് ഗോസ് ടു സ്ലീപ്പ്. എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഈ പറഞ്ഞ പോലെ അങ്ങ് നഷ്ടപ്പെട്ട് ഞാൻ ഉറക്കത്തിലേക്ക് പോയാൽ എൻ്റെ പാസ്റ്റ്, എൻ്റെ പഴയ ജീവിതം റിസറക്റ്റ് ചെയ്ത് വരും, ഉയർത്തെഴുന്നേറ്റ് വരും അല്ലേ. ഒരു പക്ഷേ നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇനി ഒരിക്കലും ഞാൻ ആ പാപത്തെ വീഴത്തില്ല എന്ന് ചിന്തിച്ച് അഹങ്കരിച്ചിരിക്കും. പക്ഷേ ഒരു പ്രാർത്ഥനാ ജീവിതം, ആ തീ നമ്മൾ പ്രാർത്ഥനയാൽ കത്തിച്ച് നിർത്തിയില്ലെങ്കിൽ ഏത് സമയത്തും ആ പഴയ സ്വഭാവം തിരിച്ചു വരും. അല്ലെങ്കിൽ ആ പഴയ പാസ്റ്റ് നമ്മളെ അതിലേക്ക് പിടിച്ച് തള്ളിയിടും. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ വി നീഡ് ഹെൽപ്പ്. അതിന് വേറെ ഒരു വഴിയില്ല. വേറെ എത്ര പാസ്റ്റർമാരുടെ അടുത്ത് പോയിട്ട് എത്ര പ്രവാചകൻ്റെ അടുത്ത് പോയി പ്രവചനം കേട്ടിട്ടും കാര്യമില്ല. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് കേൾക്കുകയും ചെയ്യുന്ന ഒരു ബന്ധത്തിലേക്ക് നിങ്ങൾ വരണം. എത്ര പേര് അതിനൊരു ആമേൻ പറയും? അൺലെസ് ആൻഡ് അൺടിൽ വി ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ഹിം, ടോക്കിംഗ്, നമ്മളിപ്പോൾ പറയാം ടോക്കിംഗ് ടേംസ് എന്ന് പറയും, അത് തന്നെയാണ് പ്രാർത്ഥന. ചിലപ്പോൾ നമ്മൾ ചോദിക്കത്തില്ലേ, ആർ യു ഇൻ ടോക്കിംഗ് ടേംസ് വിത്ത് ഹിം? ഞാൻ ചോദിച്ചോട്ടെ, ആർ യു ഇൻ ടോക്കിംഗ് ടേംസ് വിത്ത് ഗോഡ്? അതെന്താണ് ടോക്കിംഗ് ടേംസ്? പ്രെയർ അല്ലേ. നമ്മളിപ്പോൾ കൂട്ടുകാരോട് എന്തുമാത്രം സംസാരിക്കുന്നു, നിങ്ങൾ എന്തുമാത്രം ഈ ചാറ്റ് ചെയ്യുന്നു? അങ്ങനെയാണെങ്കിൽ ഡു യു ചാറ്റ് വിത്ത് ഗോഡ് അല്ലേ? ദൈവത്തിൻ്റെ വാട്സാപ്പ് നമ്പർ അറിയാമോ ആർക്കെങ്കിലും അല്ലേ? പണ്ട് ചോദിക്കും, ദൈവത്തിൻ്റെ ഫോൺ നമ്പർ അറിയാമോ? യെരമയാ 333 33 എന്തെങ്കിലും ഒരു തീരുമാനമാക്കാം ആദ്യം അല്ലേ. എന്നെ വിളിച്ചപേക്ഷിക്കുക, കോൾ ഓൺ ടു മീ ആൻഡ് ഐ വിൽ ആൻസർ യു. അതാണ് ഹോട്ട് ലൈൻ അല്ലേ. അപ്പം കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ കേൾക്കുകയും ചെയ്യും, ഉത്തരം തരികയും ചെയ്യും. അപ്പം പ്രാർത്ഥനാ ജീവിതത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ആ തീ കത്തിച്ച് നിർത്താൻ പറ്റൂ. ഈ പറഞ്ഞ പോലെ എന്താണ്, ഇമ്പാർട്ടേഷൻ മീറ്റിങ്ങിന് പോകുന്നതുകൊണ്ട് ഒന്നും തീ കത്തത്തില്ല പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ആ തീ അണയാതെ സൂക്ഷിക്കാൻ പറ്റണം. മറ്റൊരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ദ സ്ട്രോങ്ങസ്റ്റ് പൊസിഷൻ, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ സ്ട്രോങ്ങസ്റ്റ് പൊസിഷൻ എന്താണെന്നറിയാമോ? ബെൻഡ് നീസ്. എന്താണ്? മുട്ടും മടക്കുകയാണെങ്കിൽ നിങ്ങളൊരു ആ പോസ്ചറാണ്. ആ പോസ്ചറിൽ നിങ്ങളിരിക്കുമ്പോൾ യു ആർ വെരി സ്ട്രോങ്. ഇത് നമ്മുടെ പ്രശ്നം. പിശാചിന് അറിയാം എവിടെ തുടരണമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി പേർക്ക് ഈ മുട്ടിന് പ്രശ്നം. ശരിയല്ലേ? ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ അത് കേട്ടപ്പോൾ നിങ്ങൾ പല്ലും പരിച്ച്, ശരിയാ അയാൾ പറഞ്ഞ് ശരിയാണെങ്കിൽ ഇന്നൊന്ന് പരീക്ഷിക്കണം. അയ്യോ വേണ്ട. കാര്യം ഒന്ന് കസേരയിൽ ഇരിക്കാൻ സഹായം വേണം, ഇരുന്നിട്ട് എഴുന്നേക്കാൻ സഹായം വേണം അല്ലേ. മുട്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ചില പ്രായമുള്ള പ്രാർത്ഥിക്കുന്ന ചിലവരുടെയൊക്കെ മുട്ടിലില്ല എന്താ ഒട്ടകത്തിനുള്ളതുപോലെ, ഒട്ടകത്തിൻ്റെ മുട്ടില്ലേ അവിടെ ഇങ്ങനെ ഒരു ഇങ്ങനെ കിടക്കും, ഇങ്ങനെ അതുപോലെ പാട് അല്ലെങ്കിൽ തഴമ്പ് മുട്ടിനുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആരെങ്കിലും ആലോചിച്ച് നോക്കി, നിങ്ങളുടെ മുട്ടിന് തഴമ്പുള്ള എത്ര പേരുണ്ട്? എടാ, നിസ്കരിക്കുന്നൊരു മുസൽമാന് ഇവിടെ ഒരു തഴമ്പ് കാണും. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു തഴമ്പുണ്ടോ? അല്ലേ? അപ്പോൾ ദ സ്ട്രോങ്ങസ്റ്റ് പൊസിഷൻ ഈസ് ബെൻഡ് നീസ് അല്ലേ. മടങ്ങിയ ഒരു മുട്ട് ആണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സ്ട്രോങ് പൊസിഷൻ. ആ പൊസിഷനിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും സ്ട്രോങ് ആണ്, ആർക്കും നമ്മളെ തൊടാൻ പറ്റത്തില്ല. അപ്പം എന്തായിരുന്നു ഒന്നാമത്തെ കൊള്ളി? എന്തായിരുന്നു?
പ്രാർത്ഥന. രണ്ടാമത്തെ കൊള്ളിയിലേക്ക് വരാം. ഞാനീ പറയുന്നത് ഇതേതെങ്കിലും ഗൂഗിളിൽ നിന്നുള്ള അല്ല കേട്ടോ, ഇത് യേശു തന്നെ പറഞ്ഞതാണ്. നിങ്ങൾ സുവിശേഷം എടുത്ത് വായിച്ച ഗിരിപ്രഭാഷണത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ശരിയല്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം, കപടഭക്തിക്കാരെ പോലെ ആകരുത് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അടുത്തത് എന്താ പറഞ്ഞത്? നിങ്ങൾ ഉപവസിക്കുമ്പോൾ. രണ്ടാമത് ഈ തീ കത്തിച്ച് നിർത്താൻ രണ്ടാമത്തെ വിറക് എന്താണെന്നറിയാമോ? ഉപവാസം. ഉപവാസം. ഇഫ് യു വോണ്ട് ടു ലാസ്റ്റ്, പ്ലീസ് ഫാസ്റ്റ്. നിങ്ങൾക്ക് നിലനിൽക്കണോ എങ്കിൽ എന്ത് ചെയ്യണം? ഉപവസിക്കണം, അല്ലേ? ഇവിടെയാണ് വേറെ ഈ ഫാസ്റ്റിംഗ്, അതെന്തിനെ കോൺകർ ചെയ്യും? ഈ ഫാസ്റ്റിങ്ങിനാൽ, ഉപവാസത്താൽ നമുക്ക് ജയിക്കാൻ കഴിയുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ലസ്റ്റ്, അല്ലേ, നമ്മുടെ മോഹങ്ങൾ. ഈ മോഹിപ്പിക്കുക എന്നുള്ളത് പിശാചിൻ്റെ അവൻ്റെ ഒന്നാമത്തെ പരിപാടി, നമ്മളെ മോഹിപ്പിക്കുക. നിങ്ങൾ ലൂലുവിലോട്ട് പോയി, എന്തിനാ പോയത്? അവിടെ നല്ല ബീഫ് ഇപ്പോൾ അവിടെ ഉള്ളു, നമ്മുടെ അവിടെ നിന്ന് മേടിക്കുന്നത് കൊള്ളത്തില്ല, അതുകൊണ്ട് എന്ത് ചെയ്യും? 1 കിലോ ബീഫ് മേടിക്കാൻ വേണ്ടി പോയത്. 1 കിലോ ബീഫ് വാങ്ങിക്കാൻ വേണ്ടി നിങ്ങളങ്ങ് പോയാൽ മതി, ചെന്ന് ബീഫ് എടുത്തോണ്ടെങ്കിൽ വന്നാൽ മതി. പക്ഷെ അങ്ങോട്ട് കയറിയപ്പോഴാണ് അവിടെ ഒരു കാർട്ടിരിക്കുന്നത്. എന്താണ്? വലിച്ചുകൊണ്ട് പോകുന്ന ഒരു കൂട. അപ്പോൾ അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി, സാർ എടുക്കുന്നില്ലേ? അപ്പോൾ എനിക്ക് ബോധം വേണ്ടേ, ഞാൻ 1 കിലോ മാട്ടിറച്ചി മേടിക്കാൻ പോയെങ്കിൽ അതിന് കാർട്ടിൻ്റെ ആവശ്യമില്ല. ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചുകൊണ്ട് പോയി. അവസാനം വലിച്ച് അവസാനം കൗണ്ടറിൽ വന്നപ്പം അവിടെ നോക്കിയപ്പോൾ എക്സ്പ്രസ് കൗണ്ടറിൽ 10 താഴെയാണെങ്കിൽ 10 ഐറ്റത്തിൽ താഴെയാണെങ്കിൽ അവിടെ കയറാം. നോക്കിയപ്പം അതിലും കൂടുതലുണ്ട്. ഇപ്പുറത്ത് വന്ന് ചുരുക്കി പറഞ്ഞ എല്ലാം കൂടെ ഇറങ്ങിയപ്പോൾ എന്തായി? അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ബാക്കി സാധനങ്ങൾ നിങ്ങൾ മേടിച്ചത് ഈ പറഞ്ഞ പോലെ ആവശ്യം കണ്ടിട്ട് മേടിച്ചതാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതിൽ നല്ലൊരു പങ്ക് എന്താണ്? മോഹിച്ചതാ, അല്ലേ? അവിടെ ഈ സത്യം പറഞ്ഞാൽ അവിടുത്തെ ഈ സൂപ്പർ മാർക്കറ്റിലെ ഷെൽഫ്സ് അടുക്കുന്നത് പോലും അതിന് പിന്നിൽ ഭയങ്കര ട്രിക്കുണ്ടെന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ കണ്ണിൻ്റെ ഇതനുസരിച്ച് നിങ്ങളുടെ കണ്ണ് വീഴുമ്പോൾ അത് കാണണം. നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ ആ കൗണ്ടറിൽ പോലും കുറേ സാധനം വെച്ചിട്ടുണ്ട്. എന്തിനാ? ഇതിൽ നിന്ന് പോലും എടുക്കും നമ്മൾ, അല്ലേ? ചുരുക്കി പറഞ്ഞാൽ സകലതും നമ്മളെ മോഹിപ്പിച്ച് പിശാച് ഈ ലോകത്തിൽ നമ്മളെ വീഴ്ത്തിയിരിക്കുക. നമ്മുടെ ജഡവും മോശമല്ല, മോഹിപ്പിക്കുന്ന പിശാചും മോശമല്ല, പിന്നെ നമ്മൾ ജീവിക്കുന്ന ലോകവും മോശമല്ല. ഇവർ 3 പേരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മളെ എന്ത് ചെയ്യുക? മോഹിപ്പിക്കുക. ഈ മോഹത്തിൽ നമ്മൾ വീണ് പോകാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ: ഉപവസിക്കുക. ശരീരത്തെ ദണ്ണിച്ച് അടിമയാക്കുക, അല്ലെങ്കിൽ അത്രയും കർത്താവിനോട് കൂടെ വസിക്കുക, ഉപവസിക്കുക, അല്ലേ? അപ്പോൾ ഇവിടെ ഓർത്തോണം, ഈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇന്നത്തെ കാലത്ത് ഞാൻ ഈ ഭക്ഷണം വെടിയണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒത്തിരി പേർക്ക് അതൊരു വലിയ വിഷയമല്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ യങ് പീപ്പിൾ, ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നെക്സ്റ്റ് ജൻ, അവരുടെ പ്രശ്നം അവരൊരുപാട് കഴിക്കുന്നില്ല. പെൺപിള്ളേരൊക്കെ ആണെങ്കിൽ സ്ലിമ്മായി ഇപ്പം ആലോചിച്ച് നോക്കി. പിന്നെ നിങ്ങൾ ഒത്തിരി പേര് അല്ലാതെ ഒത്തിരി ഫാസ്റ്റിംഗ് കഴിക്കും. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്, ആ ഫാസ്റ്റിംഗ്, ഈ ഫാസ്റ്റിംഗ്, നിങ്ങൾ ഇഷ്ടം പോലെ ഫാസ്റ്റ് ചെയ്യുന്നവരാ. അപ്പോൾ ഇനി ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമൊന്നുമല്ല. ഒത്തിരി പേര് ഇപ്പോൾ ഓൾറെഡി ഉപവസിക്കുന്നുണ്ട്. പക്ഷെ ഓർത്തോണം, ഞാനീ പറയുന്ന ഫാസ്റ്റിംഗ്, ഇറ്റ്സ് ആബ്സ്റ്റൈനിങ് ഫ്രം ഫുഡ് ഫോർ സ്പിരിച്വൽ റീസൺ. നല്ലോണം ഓർത്തോണം. എന്താണ്? ആബ്സ്റ്റൈനിങ് ഫ്രം ഫുഡ് ഫോർ സ്പിരിച്വൽ റീസൺ. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ ഒത്തിരി പേര് യു ആർ ആബ്സ്റ്റൈനിങ് ഫ്രം ഫുഡ് ഫോർ ഫിസിക്കൽ റീസൺ. അതിന് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ചോറ് കഴിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഇല്ല. ഇനി നോൺ വെജ് കഴിക്കരുത്, ഇല്ല. ബീഫ് തൊടരുത്, ഇല്ല. പഞ്ചസാര കഴിക്കണ്ട, വേണ്ട. അതെല്ലാം നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി നിങ്ങൾ എന്തും വെടിയാൻ തയ്യാറാണ്, അല്ലേ? നിങ്ങൾ എത്ര പട്ടിണി എടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഞാനീ പറയുന്നത് ശരീരത്തിന് വേണ്ടി പട്ടിണി എടുക്കുന്നതല്ല ഉപവാസം, ഫോർ സ്പിരിച്വൽ റീസൺ. എൻ്റെ മോഹങ്ങളെ കർത്താവേ, എനിക്കൊത്തിരി മോഹങ്ങളുണ്ട്, അതിനെയൊക്കെ ക്രൂശിച്ച് അതിനെ ദൈനംദിനം ക്രൂശിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കർത്താവേ ഒരു ഡിസിപ്ലിൻ ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ഭക്ഷണം വെടിയുന്നു എന്ന് നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്, അല്ലേ? ബൈബിളിലൊരു വാക്യം പുതിയ നിയമത്തിലുണ്ട്, ദെയർ ഗോഡ് ഈസ് ദെയർ ബെല്ലി. എന്താണ്? അവരുടെ ദൈവം അവരുടെ വയറ്. ഒന്ന് വയറെ തൊട്ടിയിട്ട് ഇതാണോ നമ്മുടെ ഗോഡ്, അല്ലേ? നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വയറാണോ നമ്മുടെ ബെല്ലി? അങ്ങനെ ആയിരിക്കരുത്. അപ്പം ഇവിടെ നമ്മൾ വെൻ യു ഫാസ്റ്റ്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ, ഇഫ് യു ഫാസ്റ്റ് എന്നല്ല യേശു പറഞ്ഞത്, വെൻ യു ഫാസ്റ്റ്. അതിൻ്റെ അർത്ഥം യേശു മുന്നിലിരിക്കുന്ന ആൾക്കാർ ഫാസ്റ്റ് ചെയ്യുന്നവരാണെന്നൊരു അസംഷനിലാണ് അവരോട് പറയുന്നത്. എങ്ങനെ ഫാസ്റ്റ് ചെയ്യണം, എങ്ങനെ ഫാസ്റ്റ് ചെയ്യരുതെന്ന് അവിടെ പറഞ്ഞത്. ഇന്നത്തെ പ്രശ്നം, നമുക്ക് ഈ ഫാസ്റ്റിങ്ങേ നമ്മൾ വേണമെന്ന് ആദ്യം നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു.
കാര്യം അതൊരു സാധാരണ കാര്യമല്ല ഇന്ന് സഭകളിൽ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്, അല്ലേ? ഇന്നത്തെ ഞാനൊരു സ്റ്റേറ്റസ് ഇടയ്ക്കിട്ട് ശ്രദ്ധിച്ചായിരിക്കും, ഇന്നത്തെ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഇറ്റ് ഈസ് എ കാർണൽ ക്രിസ്ത്യാനിറ്റി, ഒരു ക്രൂസിഫൈഡ് ക്രിസ്ത്യാനിറ്റി അല്ല. എന്താണ്? ഒരു ക്രൂശിതരായ വിശ്വാസികളോ ക്രൂശിതരായ ശിഷ്യന്മാരോ അല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജഡീകരായ ക്രിസ്ത്യാനികളായിട്ട് മാറുക. ഈ ജഡം ഇന്ന് കൂടിക്കൂടി വരിക. പക്ഷേ ഈ ജഡത്തെ ഈ പറഞ്ഞ പോലെ ഒന്ന് പിടിച്ച് അടക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, ഈ ഫാസ്റ്റിംഗ് എന്ന ഡിസിപ്ലിൻ തിരിച്ച് നമ്മുടെ ജീവിതങ്ങളിലേക്കും സഭയിലേക്കും മടങ്ങി വന്നേ പറ്റൂ. ഞാൻ ആരോടും ചോദിക്കുന്നില്ല, ഞാൻ കാര്യത്തിൽ ഞാനും കുറ്റക്കാരനാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് ദൈവസന്നിധിയിൽ മാറിയിരുന്ന് ഭക്ഷണം വെടിഞ്ഞ് തന്നെ നമ്മൾ മാറിയതിൻ്റെ എത്ര നാളായി? പണ്ട് മോൻ്റെ കണക്ക് പരീക്ഷ ഉണ്ടായിരുന്ന കാലമെല്ലാം നിങ്ങൾ വെള്ളിയാഴ്ച എല്ലാ അമ്മമാരും ഉപവാസമാണ്. മോൻ ഈ പറഞ്ഞാൽ 12 കഴിഞ്ഞു, ഉപവാസവും തീർന്നു, കാര്യം കഴിഞ്ഞല്ലോ, അല്ലേ? ഈ കണക്ക് പരീക്ഷയ്ക്ക് ഉപവസിക്കുന്നതല്ല ഞാനീ പറഞ്ഞത്. എൻ്റെ ജീവിതത്തിൽ കർത്താവെ ചില മാറ്റങ്ങൾ വേണം, എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ എനിക്ക് ജയം വേണം കർത്താവെ, അതെന്നെ കൊണ്ട് അല്ലാതെ പറ്റുന്നില്ല. ഞാൻ ഭക്ഷണമെങ്കിൽ ഭക്ഷണം വെടിഞ്ഞ് അങ്ങയുടെ സന്നിധിയിൽ ഞാൻ മാറിയിരിക്കും എന്നൊരു തീരുമാനം എടുക്കുന്നെങ്കിൽ യു ആർ ആഡിങ് ഫ്യുവൽ. എന്താണ്? ആ തീയിലിടാൻ വേണ്ടി നിങ്ങൾ ഇന്ധനം ഇടുകയാണ്. എന്താണത്? ആ വിറക് കൊള്ളി കൊണ്ടിട്ടു, അല്ലേ? അപ്പം ഒരു കാര്യം കൂടെ പറയാം, ഇഫ് യു ആർ എ ഫാസ്റ്റിംഗ് പേഴ്സൺ ഡെവിൾ വിൽ ട്രീറ്റ് യു ഡിഫറൻ്റ്ലി. എന്താണ്? നിങ്ങൾ ഉപവസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിശാച് നിങ്ങളെ വ്യത്യസ്തമായിട്ട് കാണും. നിങ്ങൾ ചുമ്മാ പ്രാർത്ഥിക്കുക മാത്രം ചെയ്യുന്ന വിശ്വാസിയാണെങ്കിൽ പിശാചിന് ഒരു പേടി കാണും, എന്നാൽ അത്ര പേടി കാണത്തില്ല. പക്ഷേ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിശാച് ഇച്ചിരി ഒന്നും മടിക്കും. കാര്യം എന്താ? ഇവനെ വിട്ടേരാ, ഇവൻ ആളിച്ചിരി ഭയങ്കരനാണ്. കാര്യം എന്താ? ഇവൻ ഉപവസിക്കുന്നവനാണ്, ഇവൻ ദൈവസനിൽ മുട്ടുമടക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ പിശാച് നമ്മളെ ഒന്ന് ഭയപ്പെടും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ പറഞ്ഞോ, എവിടെയൊക്കെയോ ഞാൻ ഈ ദിവസങ്ങളിൽ പറഞ്ഞ കഥ. എനിക്ക് മദ്രാസിൽ എൻ്റെ ഒരു റിലേറ്റീവ് ഒരു ഞാൻ അണ്ണാന്ന് വിളിക്കും, പക്ഷേ ഡി മോഹൻ്റെ ബ്രദറിലോ ആയിട്ട് വരും. അദ്ദേഹം പണ്ട് പഠിക്കുന്ന കാലത്ത് അദ്ദേഹം കോളേജിൽ ചെറുപ്പക്കാരെല്ലാം കൂടെ ചേർന്ന് അവർ കുറേ പേര് രക്ഷിക്കപ്പെട്ടു. അവരുടെ വീടിൻ്റെ പുറയിലൊരു ചെറിയ മലയുണ്ട്. രാത്രി ഇമാരെല്ലാം കൂടെ മലയിൽ കയറി പോയിരുന്നെങ്കിൽ പ്രാർത്ഥിച്ച് ഇവർ നേരം വെളുക്കുന്നവരെ പ്രാർത്ഥിക്കും. അങ്ങനത്തെ പ്രാർത്ഥനാവീരന്മാരാണ്. പക്ഷെ ആ പ്രാർത്ഥനയിലൂടെ തമിഴ്നാട്ടിലൊരു വലിയ ഉണർവുണ്ടായി. അനേക ചെറുപ്പക്കാർ രക്ഷിക്കപ്പെട്ട് അവരെല്ലാം ഇന്ന് കർത്താവിൻ്റെ വേലയിൽ ശക്തമായി നിൽക്കുന്നവർ. അതിലൊന്നാണ് മോഹൻസി ലാസറസ്. അപ്പം അങ്ങനെ ഇവരുടെ പ്രാർത്ഥനാഫലമായിട്ട് വന്നവരാണ് ഇവരൊക്കെ. അപ്പോൾ ഇവർ ഈ മലയിൽ പോയി പ്രാർത്ഥിക്കുമ്പം അവർക്ക് ചെറുപ്പക്കാരായ പലർക്കും വലിയ അഭിഷേകം ദൈവം കൊടുത്തു. അതിൽ ഞാൻ ഈ പറയുന്ന അണ്ണൻ, അദ്ദേഹത്തിനൊരു കൃപാവരം കിട്ടി. എന്താണെന്നറിയാമോ? ഡെലിവറൻസ്, അതായത് ഭൂതങ്ങളെ ഓടിക്കുക. ഏതെങ്കിലും ചർച്ചയിൽ ഭൂത കളകിയാൽ ഉടൻ ആൾ വിടും, അദ്ദേഹത്തെ കൊണ്ടുവരാൻ പറയും. ഇദ്ദേഹം സൈക്കിളും ചവിട്ടി വരും. അപ്പോൾ ചില സഭകളിലൊക്കെ ഭൂത കളയുമ്പോൾ പാസ്റ്ററും വിശ്വാസികളും പഠിച്ച പണി നോക്കിയാലും ഭൂതം പോകത്തില്ല. അവസാനം അവരെ കൊണ്ട് പറ്റുന്നില്ല, ഇവരെന്ത് ചെയ്യും? അവരാൾ വിടും ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ ഇദ്ദേഹത്തിന് വന്ന് ഒന്ന് വരണം ചർച്ചയോട്ട്, പാസ്റ്റർ വരാൻ പറയും. എന്താ അവിടെ ഒരു ഭൂത കളയിട്ട് പോകുന്നില്ലേ? ശരി, ഞാൻ വരാം. പുള്ളി ഉടുപ്പിട്ട് ഓടിച്ചെന്ന് സൈക്കിളെടുത്ത് സ്റ്റാൻഡിൽ നിന്ന് ഇളക്കും. അപ്പോഴത്തേക്ക് ഭൂതം വേണ്ടേ അവൻ സൈക്കിളിൽ കയറി അവസാനം സൈക്കിളിൽ ചവിട്ടി വന്നുകൊണ്ടിരിക്കും. വേണ്ടേ അവൻ ആ ജംഗ്ഷൻ കഴിഞ്ഞു, വേണ്ടേ വളവ് തിരിഞ്ഞു. അവസാനം ചർച്ചിൻ്റെ അടുത്തേക്ക് സൈക്കിൾ ചവിട്ടി വരുമ്പോഴത്തേക്കും ഭൂതം ഒറ്റ അലറിക്കൊണ്ടങ്ങ് വിട്ടങ്ങ് പോവും. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹം ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കാര്യം എന്താ? ദൈവസന്നിധിയിൽ പ്രത്യേകിച്ച് ആ ദിവസങ്ങളിൽ ആ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ഉപവാസത്തിലായിരുന്നു അവരിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരുവൻ അവൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചപ്പോഴേ ആർക്ക് മനസ്സിലായി? ഇവിടെ ഇപ്പം മനസ്സിലായോ? ഡെവിൾ വിൽ ട്രീറ്റ് യു ഡിഫറൻ്റ്ലി ഇഫ് യു ആർ എ ഫാസ്റ്റിംഗ് പേഴ്സൺ. ഇന്നുപോലെ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമോ? കണക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതൊക്കെ ആ അക്കൗണ്ട് വിട്ടേരെ. ഇനി കർത്താവേ, ലോർഡ് ഐ എം ഗോയിങ് ടു ഫാസ്റ്റ്. എൻ്റെ ജീവിതത്തിൽ ചില ക്രമീകരണങ്ങൾ എനിക്ക് വേണം കർത്താവേ. എൻ്റെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വേണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരാ കർത്താവേ. എൻ്റെ മേൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ മേൽ ചില വാഗ്ദത്തങ്ങളുണ്ട്. പക്ഷെ അതൊന്നും അങ്ങോട്ട് കർത്താവേ മുന്നോട്ട് നിറവേറുന്നതായിട്ട് ഒന്നും കാണുന്നില്ല. അതിന് നേരെ വിപരീതമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ഞാനൊരു ക്ലൂ പറയാം. വൈ ഡോണ്ട് വി ട്രൈ ഫാസ്റ്റിംഗ്? നമുക്കൊന്ന് പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ഈ ദിവസങ്ങൾ നമുക്കൊന്ന് ഇരിക്കാമോ? അത് വലിയ പബ്ലിസിറ്റി ചെയ്തിരിക്കരുത്. കാരണം ബൈബിൾ പറയുന്നുണ്ട്, യേശു പഠിപ്പിച്ചെന്താണ്? ആരോടും പറയേണ്ട ആവശ്യമില്ല. മോഹം എങ്ങനെ ഇരുന്നിട്ട് കാണിക്കേണ്ട ആവശ്യം, ഞാൻ എന്താ ഫാസ്റ്റിങ്ങാ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. മുഖത്തൊക്കെ നല്ലവണ്ണം മോഹമൊക്കെ കഴുകി മുടിയൊക്കെ ചീവി ഷേവൊക്കെ ചെയ്ത് ഇത് ആരെങ്കിലും ഒന്ന് അറിയിച്ചില്ലെങ്കിൽ നമുക്കൊരു, അല്ലേ, ആലോചിക്കേ,
അവിടെ ദയവ് ചെയ്ത് നിങ്ങൾ ഫാസ്റ്റ് ചെയ്യണമെങ്കിൽ നെവർ എവർ അനൗൺസ് ഇറ്റ്. അത് പുറത്ത് പറയുകയും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളും ദൈവമായിട്ട് മാത്രം മതി. എനിക്കൊരു ദൈവദാസനെ അറിയാം, മദ്രാസിലാണ് അദ്ദേഹം. അദ്ദേഹം മാസത്തിൽ 3 ദിവസം വീട്ടിൽ നിന്ന് മാറി ഒഴിഞ്ഞ ഒരു മുറിയിൽ, ഒരു വീട്ടിൽ, ഒരു ഫ്ലാറ്റിൽ അദ്ദേഹം ആരോ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി തുറന്ന് 3 ദിവസം അദ്ദേഹം ഉപവാസത്തോടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് വരും. മാസത്തിൽ ഈ 3 ദിവസവും എതിലെ പോയാലും ഉപവസിച്ചിരിക്കും. പക്ഷേ അദ്ദേഹം എപ്പോഴാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ വർഷാരംഭത്തിന് മുമ്പേ അദ്ദേഹം ഒരു ഇയർ പ്ലാൻ എടുത്തിട്ട് അതിലങ്ങ് മാർക്ക് ചെയ്യും കംപ്ലീറ്റ്, ഓരോ മാസം ഏത് ദിവസവും. എന്നിട്ട് അത് എന്ത് വന്നാലും മാറ്റത്തില്ല. ഒരു ദിവസം പുള്ളി എന്നോട് പറഞ്ഞാൽ, ഞാനൊരിക്കത് ഇയർ പ്ലാൻ ഇട്ടുകൊണ്ട് വന്നപ്പോൾ എൻ്റെ ഇളയ മോള്, കൊച്ചുകുട്ടിയാണ് അവൾ, സ്കൂളിൽ പഠിക്കുന്നത്, അവൾ കയറി, പപ്പ എന്ത് ചെയ്യുക? മോളെ ഞാൻ അടുത്ത ആഴ്ച വർഷത്തേക്കുള്ള പ്ലാനർ ഉണ്ടാക്കുക. ആണോ? ഇതൊക്കെ അപ്പം ഡാഡിയുടെ ഫാസ്റ്റിംഗ്. ഡാഡി അന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലേ? അത് മറന്നുപോയോ? അയ്യോ മോളെ, ഞാനത് കണക്കാക്കി ഇട്ടു. ഇല്ല ഡാഡി, എൻ്റെ ബർത്ത്ഡേക്ക് ഹൗ കം ദാറ്റ് യു ആർ നോട്ട് ദെയർ? എൻ്റെ ബർത്ത്ഡേക്ക് ഡാഡി ഇല്ലാതെ ഡാഡി എന്തുമായി കാണിക്കുന്നത്? അപ്പം പുള്ളി ഒന്ന് ആലോചിച്ചു. കാരണം അത് വളരെ പ്ലാൻ ചെയ്തൊക്കെയാണ് ഇതിന് വളരെ തിരക്കുള്ളൊരു ദൈവദാസനാണേ. പെട്ടെന്ന് അദ്ദേഹം വിചാരിച്ചു, മോളെ, എൻ്റെ മോള് പറഞ്ഞുകൊണ്ട് ഞാനത് മാറ്റി എന്ന് പറഞ്ഞിട്ട് ഷീ മെയ്ഡ് ഷുവർ ദാറ്റ് ഡാഡ ചേഞ്ച് ദ ഡേറ്റ്. ആ ഡേറ്റ് മാറ്റിയിട്ട്. പക്ഷേ അവിടുത്തെ കാര്യം എന്താ? എതിലെ പോയാലും 30 ദിവസം ഒരു മാസത്തിലുണ്ടെങ്കിൽ അതിലൊരു 0.3 ദിവസം പുള്ളി മാറി ഉപവാസത്തോടിരിക്കും. നോ വണ്ടർ അദ്ദേഹത്തെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സഭയുടെ പാസ്റ്ററാക്കി ദൈവം വെച്ചിരിക്കുന്നതിന് കാരണമുണ്ട്. കാര്യം എന്താ? എല്ലാ തിരക്കിനിടയ്ക്കും 3 ദിവസം പുള്ളി എന്ത് ചെയ്യുന്നു? ഉപവാസത്തോടെ ഒരു അടച്ച മുറിക്കകത്ത് പോയിരിക്കുന്നു, അല്ലേ? അപ്പം ഈ ദിവസങ്ങൾ അങ്ങനെയുള്ള ഒരാളിനെ ദ ഡെവിൾ വിൽ ട്രീറ്റ് ഡെഫിനറ്റ്ലി ഡിഫറെൻ്റ്ലി. മൂന്നാമത്തെ ഒരു കാര്യം, അവ 2 പറവായി. എന്താണ്? ആദ്യത്തേത് പ്രാർത്ഥന, രണ്ടാമത്തത് ഉപവാസം. മൂന്നാമത്തെ എന്തായിരിക്കും? ഗിവിങ്. നിങ്ങൾ കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കണം? ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇയാൾ ഇപ്പം പൈസ ചോദിക്കാൻ തുടങ്ങിയ? അതിനുവേണ്ടിയല്ല ഞാനീ പറയുന്നത്. ഫൈനാൻഷ്യൽ സാക്രിഫൈസ്, അതാണ് കുറച്ചുകൂടെ ശരി. ഗിവിങ് എന്ന് പോലും പറഞ്ഞാൽ അത് ജനറലായിപ്പോയി. ഒരു ത്യാഗപരമായിട്ട് നമ്മൾ കൊടുക്കുമെങ്കിൽ അതും ഈ വിറവിലൊന്നാണ്. അത് തീ നമ്മുടെ ജീവിതത്തിൽ കെടാതെ പോകണമെന്നെങ്കിൽ, ഞാൻ പറയട്ടെ, ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ടൈത്തിങ് ഡസൻ ഹേർട്ട് യു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ദശാംശം കൊടുക്കുമ്പോൾ നൊന്നിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആരും ഇന്ന് വരെ ശരിക്കുള്ള ഗ്രോസ് ഇൻകത്തിൻ്റെ ദശാംശം കൊടുത്തിട്ടില്ല. അതാണ് സത്യം. അങ്ങനെ കൊടുക്കുന്ന ഒരു ഡിസിപ്ലിൻ ഉള്ളവരാണെങ്കിൽ സ്തോത്രം. പേ ചെക്ക് കിട്ടുമ്പം തന്നെ അതിൻ്റെ കൃത്യം മാറ്റി വെച്ചിട്ട്, പണ്ടൊക്കെ എൻ്റെ വല്യപ്പച്ചൻ പറയും, 10 തേങ്ങ ഇട്ടാൽ 1 ഫെയ്ത്തോമിൽ. ഈ പറഞ്ഞാൽ കറക്കുമ്പം ഇവൻ അതിൻ്റെ കൃത്യം 10-1 അങ്ങോട്ട് കൊടുക്കും, അല്ലേ? റബ്ബർ അങ്ങോട്ട് വെട്ടി പോകുമ്പം 10 ഷീറ്റ് അടിക്കുമ്പം 1 ഷീറ്റ് അങ്ങോട്ട്. അത്ര കൃത്യമായിട്ട് ഒരു എണ്ണം വെച്ച് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കൊക്കെ അങ്ങനൊന്നുമല്ല. അപ്പം ഈ ടൈത്തിങ്, അല്ലെങ്കിൽ നമ്മൾ ഈ 10-1 എന്ന് പറഞ്ഞ പുതിയ നിയമത്തിലൊരു വ്യവസ്ഥയല്ല, അത് പഴയ നിയമത്തിലാണ്, അല്ലേ? അപ്പോൾ ഈ ടൈത്തിങ് നമുക്ക് പലപ്പോഴും അത്ര ഹേർട്ട് ചെയ്യുന്നില്ല. പക്ഷേ വചനം പറയുന്നൊരു കാര്യമുണ്ട്, വേർ ഇസ് യുവർ ട്രഷർ ദാറ്റ്സ് വെയർ യുവർ ഹാർട്ട് വിൽ ബി. എവിടെയാണോ നിൻ്റെ നിക്ഷേപം, അവിടെയാണ് നിൻ്റെ ഹൃദയം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലൊരു കോഴിയും ഒരു പന്നിയും കൂടെ നടന്നു പോയി. രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സായിരുന്നു, ബഡീസായിരുന്നു, ബെസ്റ്റീസായിരുന്നു. ഇവർ രണ്ടും ഇങ്ങനെ ചിരിച്ച് കളിച്ച് പോവുക. അപ്പം പോകുമ്പോൾ വേറൊരു മൃഗം ഏതാണ്ട് ആപത്തിപ്പെട്ട് ഇങ്ങനെ അവശനായിട്ട് കഴിച്ചിട്ട് ഒത്തിരി ആളായി ചാവാൻ പോകുന്നു. അപ്പോൾ രണ്ടും കൂടെ അയ്യോ കഷ്ടമാണ്. അവിടെ കോഴി ഭയങ്കര സ്മാർട്ടായിട്ട്, ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊരു മുട്ട കൊടുക്കാം, നീ ഒരു കാര്യം ചെയ്യ്, ഇച്ചിരി ബേക്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പന്നി ഇറച്ചി കൊണ്ടുണ്ടാക്കുന്നത് സാധനമാണ്. അപ്പോൾ പന്നിയും ചാടിക്കേറി അങ്ങ് കോഴിയുടെ കൂടെ പിടിച്ചിരിക്കണ്ടേ? എന്ന് പറഞ്ഞു. പിന്നാണ് പന്നി ആലോചിച്ചത്, എടാ നിനക്ക് ഇറ്റ്സ് ഓൺലി ആൻ ഓഫറിങ്, ബട്ട് ഫോർ മീ ഇറ്റ് ഈസ് എ സാക്രിഫൈസ്. കാര്യം നിനക്കൊരു മുട്ട ഇട്ടം കൊടുത്താൽ മതി, പക്ഷേ എനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ആദ്യം ഇറച്ചി എടുക്കണമെങ്കിൽ ഞാൻ, ഇനി പറ ഏതാ? നമ്മളല്ല ഈ ഓഫർ, അല്ലേ നമ്മൾ ഈ സ്വോത്രാഴ്ചയ്ക്ക് വരുന്ന ഓഫറിങ്. നമ്മളെല്ലാം ഈ ഓഫറിങ് എങ്കിലും ഇങ്ങനെ പോരാട്ടെന്ന് പറഞ്ഞാൽ ഈ ഓഫറിങ് എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഗിവിങ്ങിൽ സത്യം പറഞ്ഞല്ലേ, കാരണം ഇറ്റ് ഡസൻ ഹേർട്ട്. അതാ കാര്യം. ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ല കൊടുക്കത്തില്ല, ഉള്ളതുപോലെ കൊടുക്കും. അവിടെ എൻ്റെ സൗകര്യത്തിലാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷേ വേദോസ്തത്തിലെ ചിലരുടെ കൊടുക്കലിനെ പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു, ശ്രദ്ധിച്ചായിരുന്നോ? വെൻ യു ഗിവ് യുവർ സെൽഫ്, ഫാമിൻ എൻഡ്സ്.
ഒരു സ്ത്രീ വിധവയാണ്, ഒരു മകനുമുണ്ട്. അവർ മരിക്കാൻ പോവുക, ക്ഷാമോ, അവിടെ എങ്ങും ഭക്ഷണമില്ല. ഇവരുടെ വീട്ടിൽ അവസാനമുള്ള ഒരു പിടി മാവും അല്പം എണ്ണയും, അതുകൊണ്ടൊരു വടയുണ്ടാക്കി തിന്നേച്ച് രണ്ടിനും കൂടെ ചാവാനിരിക്കുക. അപ്പോഴുണ്ടൊരു ഉപദേശകർ, പ്രൈസ് ദി ലോർഡ് സിസ്റ്ററെ, എന്തുകൊണ്ട് വിശേഷം, കഴിക്കാൻ വല്ലതും ഉണ്ടോ? കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ കള്ളം പറയുന്നത് എങ്ങനെ? ഇച്ചിരി മാവും ഉണ്ട്, ഇച്ചിരി ഇതുമുണ്ട്, ഞങ്ങളിവിടെ കഴിച്ചേച്ച് ചാവാനിരിക്കുക. എങ്കിൽ അതിങ്ങി ഉണ്ടാക്കി ഇങ്ങ് കൊണ്ടുപോവാ. ഇങ്ങനെയുണ്ടോ നാണം കെട്ട ഉപദേശി? അപ്പോൾ ആ സ്ത്രീ അകത്തോട്ട് പോയി ഉണ്ടാക്കിയപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാക്കിയത്? മോൻ ചിന്തിച്ച് മമ്മയെ കൊടുക്കാൻ പോവാന്ന് അയക്ക് തന്നെ കൊടുക്കും, നമ്മൾ കഴിച്ചേച്ച് മരിക്കാൻ പോവില്ലയോ? വേണ്ടടാ നമുക്ക് കൊടുക്കാം. കൊടുത്തു. എന്തു പറ്റി? പാത്രത്തിലെ മാവും പാത്രത്തിലെ എണ്ണയും, കലത്തിലെ മാവും പാത്രത്തിലെ എണ്ണയും കുറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം ദ ലാസ്റ്റ് മീൽ ബിക്കെയിം ദ ലാസ്റ്റിംഗ് മീൽ. ആ ഒരൊറ്റ ആ ലാസ്റ്റ് കൊടുപ്പ് എന്തായി? അവളുടെ ക്ഷാമം തീർന്നു. ആ ക്ഷാമം ദേശത്തൊക്കെ ക്ഷാമം, അവളുടെ ക്ഷാമം തീർന്നു. അവളുടെ വീട്ടിൽ ക്ഷാമമില്ല, അവളുടെ ആൾക്കാർക്കും ക്ഷാമമില്ല, ഈ ഉപദേശിക്കും ക്ഷാമമില്ല. ഉപദേശിയും രക്ഷപ്പെട്ടു. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അതിൻ്റെ അകത്ത് അർത്ഥം എന്താ? അവൾ മുഴുവനും കൊടുത്തപ്പോഴാണ് അവിടെ ആ തീ നിന്നത്, ആ തീ കത്തിക്കൊണ്ടിരുന്നത്. വേറൊരു സ്ത്രീ യേശുവിൻ്റെ കാലത്ത് കൂനി പിടിച്ചു വന്ന് അതിനകത്തോട്ട് 2 ചില്ലിക്കാശിട്ടു. മറ്റവരൊക്കെ വലിയ ഗമയെ വന്ന് വലിയ തുകയൊക്കെ വീശി വെച്ച് പോവുക, നോട്ട് കെട്ടൊക്കെ എറിഞ്ഞ് വെച്ച് പോവുക, യേശുവിനെ കാണിക്കാനും കൂടാ. ഇവകൾ നാണം കെട്ട, അയ്യേ ഇയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, എന്തിനാ യേശു അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇവളങ്ങോട്ട് അത് ഇട്ടത് യേശു ചാടി എഴുന്നേറ്റ് ആണ്ടേ ഇവളെല്ലാവരെക്കാട്ടിലും വിട്ടു. കാര്യം എന്താ? നിങ്ങളൊക്കെ ഉള്ളതിൽ നിന്നാണ് കൊണ്ടിട്ട്, ഇവൾ ഇല്ലായ്മയിൽ നിന്ന് അവളെ തന്നെ മുഴുവനും വിട്ടു. ഇനി പറ, ഡസ് ഇറ്റ് ഹേർട്ട്? മദ്രാസിലൊരു വിശ്വാസി കുടുംബം ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഈ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡർ കാർ ഇറക്കിയപ്പം അദ്ദേഹം ബുക്ക് ചെയ്തു. കമ്പനിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് വണ്ടി വന്നെടുക്കാൻ പറഞ്ഞു. അന്ന് ഒത്തിരി മാസം കഴിഞ്ഞിട്ടേ കിട്ടത്തുള്ളൂ. ഇദ്ദേഹം 2 ആൺമക്കൾ, കൊച്ചു പിള്ളേരാണ്. മക്കളെ വാ ഡാഡി കാർ എടുക്കാം. ഓ ചാടി ചെന്ന് കാറെടുത്തു, ഓടിച്ചു. ആ മൗണ്ട് റോഡിൽ കൂടെ ഒക്കെ ഓടിച്ചു കൊണ്ടുവന്ന് കുറേ നേരം കറക്കി വെച്ച് നേരെ കൊണ്ടുപോയി. എവിടാ? പാസ്റ്ററിൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ. അവിടെ ചെന്ന് പാസ്റ്റർ ഇറങ്ങി വന്ന്, ഓ പ്രൈസ് ലോർഡ്, പുതിയ വണ്ടി പിറന്ന് വന്നല്ലോ. അപ്പോൾ ശരി, ഒന്ന് പ്രാർത്ഥിക്കാനാണ് വന്നത്. പ്രാർത്ഥിക്കാം. പാസ്റ്റർക്ക് സന്തോഷം, കാരണം വിശ്വാസി ഒരു പുതിയ കാറ് മേടിച്ചു. ആ കാറ് കീ കയ്യിലോട്ട് കൊടുത്തു, പ്രാർത്ഥിച്ചാട്ട്. പാസ്റ്ററോട് ഒന്ന് ആത്മാർത്ഥമായിട്ടൊരു പ്രാർത്ഥന അങ്ങ് പ്രാർത്ഥിച്ചു. എന്നിട്ട് കീ തിരിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, ഇല്ല, ഇത് ദൈവവേലയ്ക്കാണ് ഞാൻ കൊണ്ടുവന്നേ. ഒരു പുതിയ കാറ് മേടിച്ച് ദൈവവേലയ്ക്ക് കൊടുത്ത് എത്ര പേരുണ്ട് പ്രിയപ്പെട്ടവരെ? നമ്മളെല്ലാം പുതിയ കാറ് മേടിച്ചപ്പോൾ ചടാക്ക് 800 അല്ലേ കൊണ്ട് ഉപദേശിച്ച് കൊടുത്തത്. പണ്ടൊരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ച് വലിയ മുന്നോട്ട് ജീവിച്ചപ്പം അവരുടെ ഫ്രിഡ്ജ് അങ്ങ് പഴയതാണ്. പണ്ട് വീട്ടിൽ ഇരുന്ന അമ്മായിപ്പൻ്റെ ഫ്രിഡ്ജ് അങ്ങാണ്ട് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുക. അപ്പോൾ ഇവർക്കൊരു പുതിയ ഫ്രിഡ്ജ് മേടിക്കാൻ കാശൊക്കെ ഉണ്ടാക്കി ഇവർ പോയി പുതിയ ഫ്രിഡ്ജ് മേടിക്കാൻ പോവുക. അപ്പോൾ ഒരു പ്രശ്നം, ഈ പഴയ ഫ്രിഡ്ജ് എന്ത് ചെയ്യും? അപ്പം വണ്ടർഫുൾ ഐഡിയ ഭാര്യയ്ക്ക് വന്ന്, എന്താണ്? പാസ്റ്റർ കൊടുക്കാം, അയാൾക്ക് വീട്ടിൽ ഫ്രിഡ്ജില്ല. കൊള്ളാം. ഇവരെന്ത് ചെയ്തു? വണ്ടി എടുത്തുകൊണ്ട് പോവാം ഫ്രിഡ്ജ് മേടിക്കാൻ. അപ്പോൾ ഫ്രിഡ്ജ് പോയി മേടിച്ചു, വണ്ടിയെ വെച്ച് കൊണ്ടുവരിക. അപ്പം പറയും, ഇതിപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് ഇറക്കി വെച്ചേച്ച് മറ്റേത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പാസ്റ്ററിനും കൊടുത്തേക്കാം, ഇവിടെ വെക്കേണ്ട, കളയാം, കൊണ്ടങ്ങ് പാസ്റ്ററിനും കൊണ്ടങ്ങ് കൊടുക്കാം, എന്നിട്ട് വേണം നമുക്ക് ഇത് കൊണ്ട് വയ്ക്കാൻ. അവിടെ വലിയ സന്തോഷത്തിൽ സ്തോത്രം ചെയ്ത് പുതിയ ഫ്രിഡ്ജും കൊണ്ടുവരിക. പക്ഷെ വരുന്ന വഴിക്ക് ദൈവം ചോദിച്ചു, ഞാനെന്തോടാ ആക്രിക്കാരനോ? നിനക്ക് വേണ്ടാത്ത ഫ്രിഡ്ജ് കൊണ്ട് എനിക്ക് തരാം, ഞാനെന്തോ ആക്രിക്കാരനോ? ആ ചെറുപ്പക്കാരവർ നല്ലവരാ, ഭക്തരാ. അവർ നേരെ വണ്ടി വിട്ടു, പുതിയ ഫ്രിഡ്ജും കൊണ്ട് വരുമോ? അപ്പോഴാണ് ദൈവം സംസാരിച്ചേ. നേരെ പാസ്റ്ററിൻ്റെ വീട്ടിലോട്ട്. പാസ്റ്റർ, എന്തോ ബ്രദർ? അല്ല, ഞങ്ങളൊരു കാര്യം പാസ്റ്റർക്ക് തരാൻ വന്നേ. എന്തോ? ഒരു ഫ്രിഡ്ജ്. അയ്യോ സ്തോത്രം, ഞങ്ങൾക്ക് ഫ്രിഡ്ജ് ഇല്ലാതിരിക്കുകയായിരുന്നു. പുതിയ ഫ്രിഡ്ജ് ഇറക്കി പാസ്റ്ററിൻ്റെ വീട്ടിൽ വെച്ചു. തിരിച്ച് പ്രാർത്ഥിച്ച് പാസ്റ്റർ അങ്ങ് മനസ്സുകൊണ്ട് അവരെ അങ്ങ് അനുഗ്രഹിച്ചു. കാര്യം പാസ്റ്റർ എത്രയോ നാളത്തെ പ്രാർത്ഥന. പാസ്റ്ററുടെ ഭാര്യയാണെങ്കിൽ പാല് വാങ്ങിച്ചാൽ ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോലും വഴിയില്ല, ചീത്തയായി പോകുന്നു. അപ്പോഴാണ് താണ്ട പുതിയ ഫ്രിഡ്ജ് കൊണ്ടുവന്നു. ഇവർ പുതിയ ഫ്രിഡ്ജ് കൊടുക്കാനല്ല അവർ പോയത്, പഴയ ഫ്രിഡ്ജ് കൊടുക്കാനാണ് പോയത്. പക്ഷേ ദൈവം സംസാരിച്ചു. 2 കഥ മതിയല്ലല്ലോ, ഇനിയും പറയണോ? ഇനി ആരേലും നിങ്ങളുടെ പഴയതെടുത്ത് വല്ലവർക്കും കൊടുത്താ ഈ കഥ ഓർത്തോണം. ദൈവത്തെ ആക്രികാരനാക്കരുത്.
നമ്മളതാ ചെയ്യുന്നത്. കാരണം ഇറ്റ് ഡസൻ ഹേർട്ട്. പഴയ ഫ്രിഡ്ജ് കൊടുക്കുന്ന ഇറ്റ് ഡസൻ ഹേർട്ട്. പക്ഷേ പുതിയ ഫ്രിഡ്ജ് ഞാൻ മാസങ്ങൾ സമ്പാദിച്ച് വെച്ച കാശ് കൊണ്ട് മേടിച്ചത് അതുപോലെ ഞാൻ കൊണ്ട് കൊടുത്താൽ ഇറ്റ് ഹേർട്ട്സ്. പക്ഷേ ആ ഗിവിങ് ആണ്, ഓർത്തോണം. എന്താണ്? അതിനെയാണ് റാഡിക്കൽ ജനറോസിറ്റി എന്ന് പറയും. അങ്ങനെയുള്ള ജനറോസിറ്റി നമ്മുടെ ഇടയിൽ ഇല്ല പ്രിയപ്പെട്ടവരെ. നിങ്ങൾ വെച്ചിരുന്ന ഭക്ഷണം നിങ്ങൾ വേറെ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ നാളെ യൂണിഫോമിന് പിന്നെ മോക്ക് വേണ്ടി മേടിക്കാൻ വെച്ചിരുന്ന കാശ് വേറൊരു പാവപ്പെട്ട യൂണിഫോമിന് കൊടുത്തോ? നിങ്ങൾ അടയ്ക്കാൻ വെച്ചിരുന്ന ഫീസ് വേറൊരാളുടെ അടച്ചോ? നിങ്ങൾ ലോൺ എടുത്ത് നിങ്ങളുടെ വീട് പണിയായിരുന്നപ്പോൾ വേറൊരാളുടെ മോടെ കെട്ടിക്കാൻ ആ കാശ് കൊടുത്തോ? അങ്ങനെയൊക്കെ കൊടുത്തെങ്കിൽ അതാണ് ശരിക്കുള്ള ഗിവിങ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ കൊടുക്കുന്നവരാണെങ്കിൽ ആ തീ ഉണ്ടായിരിക്കും. എൻ്റെ സമയം കഴിഞ്ഞു പോയി, പെട്ടെന്ന് പറയാം. ഈ തീ കൊണ്ട് വിറ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തീ വന്നപ്പോൾ എന്തു പറ്റി? ചൂട് വന്നപ്പോൾ ഒരു അണലി പൊത്ത് ചാടി. ഇങ്ങനെ തീ കത്തിച്ച് നിർത്തിയാൽ ചില അണലികളൊക്കെ ചാടും. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു അണലിയും ചാടാത്തതിന് ഈ ഇല്ല പറഞ്ഞില്ല മറ്റേ നമ്മൾ തല്ലി കൊന്ന പാമ്പൊക്കെ എന്തു, അത് അണലിയൊന്നുമല്ല. ചുമ്മാ ഈ നീർക്കോലി പോലത്തെ സാധനങ്ങളെ അടിച്ചു കൊന്നിട്ട് വലിയ മൂർഖൻ പാമ്പനെ കൊന്ന പോലെയാണ് നിങ്ങൾ നടക്കുന്നത്. ചിലരൊക്കെ ഈയിടയ്ക്ക് ഫോട്ടോ എടുത്ത് ഇട്ടു. അതൊരു ചുരുട്ടേനെങ്ങാണ്ട് പറഞ്ഞൊരു സാധനം, അതൊരു വിഷം പോലുള്ള സാധനമല്ല. പക്ഷേ ഇതങ്ങോട്ട് ചാടിയപ്പം അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? പൗലോസ് എന്ത് ചെയ്തെന്ന് എഴുതിയിരിക്കുന്നത്? ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ടു അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫയർ മേക്സ് സൈറ്റൻ വെരി അൺകംഫർട്ടബിൾ. നമ്മുടെ ജീവിതത്തിൽ ആ തീ കത്തിക്കൊണ്ടിരുന്ന പിശാചിന് പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല. അവൻ എന്ത് ചെയ്യും? ചാടും. പക്ഷെ ചാടിയപ്പം നല്ലോണം ഓർക്കണം, ഫയർ ഡിൻ ക്രിയേറ്റ് ദ സ്നേക്സ് ബട്ട് എക്സ്പോസ്ഡ് ഇറ്റ്. അല്ലേ? ആ തീയെല്ലാം ഇതിനെ കൊണ്ടുവന്നത്. പക്ഷെ ആ തീ കത്തിയപ്പം അണലിക്കിരിക്കാൻ വയ്യ, അത് എടുത്ത് ചാടി. പക്ഷേ നോർത്തോണം, അല്ലെങ്കിൽ യുവർ വൈപ്പേഴ്സ് വിൽ ഗെറ്റ് നെർവസ്. ഈ തീ നമ്മുടെ ജീവിതത്തിൽ കത്തി തുടങ്ങുമ്പം നമ്മുടെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ ഉള്ള ചില പാമ്പുകളൊക്കെ ഉണ്ടല്ലോ, അതിന് പിന്നെ അങ്ങോട്ട് ഇരിക്കാൻ പറ്റില്ല. നമ്മുടെ കുടുംബത്തിൽ വാഴുന്ന ചില പാമ്പുകളുണ്ടല്ലോ, അതിന് പിന്നെ ഇരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ കുടുംബത്തിൽ ചിലത് പിശാച് കയറി ഈ പറഞ്ഞ പോലെ എന്താ പറയുന്നത്, എന്താ നമ്മൾ ഈ ആനന്ദ നൃത്തം ചവിട്ടുകയാണെങ്കിൽ ഓർത്തോണം, അതിനെ നിർത്തിക്കാൻ ഒറ്റ പണിയേ ഉള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ജനറസായിട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഇവിടെ കൊണ്ടുവരണമെന്നല്ല പറഞ്ഞ്, ആവശ്യക്കാരെ കണ്ടാൽ നിങ്ങൾ കൊടുക്കുക. കർത്താവിൻ്റെ വേലയ്ക്ക് എവിടെയൊക്കെ കൊടുക്കാമോ കൊടുത്തോളൂ പ്രിയപ്പെട്ടവരെ. കാര്യം നമുക്കിതെല്ലാം കൂടെ സമ്പാദിച്ച് അങ്ങ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇത് ഇവിടെ വെച്ച് വേറെ ആർക്കും കൂടി ഉള്ളത് ദൈവം വിശ്വസിച്ച് എൻ്റെ കയ്യിൽ തന്നേ ഉള്ളൂ. അങ്ങനെ ഞാൻ വാക്ക് നിർത്തട്ടെ. അത് എങ്ങോട്ട് കുടഞ്ഞിട്ടെന്നാ? തീയിലോട്ട് കുടഞ്ഞിട്ടു. നല്ലോണം ഓർക്കണം. ഒരു അണലി ഇപ്പം കഴിച്ചു ഞാൻ ഇങ്ങോട്ട് കുടഞ്ഞിട്ട് എങ്ങനെയിരിക്കും? ഇന്നെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുടഞ്ഞിട്ടുകൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കടഞ്ഞിട്ട് അണലി ചാവത്തില്ല, അണലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവും. പക്ഷേ ഇതിനെ കുടഞ്ഞിടാനൊരു തീ വേണം. നല്ലോണം ഓർക്കണം. ഇത് ആരുടെ തീ കുടഞ്ഞോണെന്ന് ചോദിച്ചാൽ, അവനവൻ്റെ മുമ്പിലുള്ള അവനവൻ്റെ ജീവിതത്തിലൊരു തീ ഉണ്ടെങ്കിൽ ആ തീയിലേക്ക് തന്നെ അതിനെ ഇടാം. ആ തീയാണ് ഇതിനെ എക്സ്പോസ് ചെയ്തെങ്കിൽ അതിനെ എന്നേക്കുമായിട്ട് അങ്ങ് നശിപ്പിക്കാനും ആ തീ തന്നെ അവിടെ ഉണ്ടായിരുന്നു. എത്രയൊക്കെ അത് മനസ്സിലായി പ്രിയപ്പെട്ടവരെ? എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുക അല്ലേ? അവിടെ ഇവിടെ ഓർത്തോണം, യു ഷുഡ് ഹാവ് യുവർ ഓൺ ഫയർ പ്ലേസ്. ഒരു പാമ്പ് ചാടി വന്നാൽ അതിനെ ഈ പറഞ്ഞ പോലെ കത്തിക്കാനൊരു തീ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങളെല്ലാം ഈ പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു തീ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നിടാം. അപ്പം അങ്ങനെ ആയിരിക്കും ഫയർ എന്ന് പറഞ്ഞാൽ ഉടനെ അവിടെ പോയി എൻ്റെ പാമ്പിനെ അവിടെ കൊണ്ട് കളയാം. എവിടാ? നിങ്ങൾ ഇപ്പം എക്സ്പോസ് ചെയ്ത പാമ്പിനെയും കൊണ്ട് നിങ്ങൾ എത്ര നാൾ നടക്കും? അടുത്തൊരു 3 ദിവസത്തെ മീറ്റിംഗ് വരുന്നുണ്ട്, അന്ന് വേണം എനിക്ക് എൻ്റെ ജീവിതത്തിലെ പാമ്പുകളൊക്കെ കൊണ്ട് കളയാൻ. ഇത് കൈ തൂങ്ങുമ്പം കുടഞ്ഞേക്കണം. എപ്പോഴാണ് തൂങ്ങുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ തൂങ്ങിയതും എപ്പോഴാണെന്നറിയുമ്പം തീ കത്തിയപ്പോഴാണ് തൂങ്ങിയത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഒന്നും തൂങ്ങുന്നില്ലെങ്കിൽ തീയില്ല. പക്ഷേ ഒന്ന് തീ കത്തിച്ചു നോക്കിയേ, ചിലതൊക്കെ പുറത്ത് വരും. പക്ഷെ പുറത്ത് വരുമ്പം അതിനെ എങ്ങോട്ട് കുടഞ്ഞിടണമെന്നുള്ളതും കൂടെ പഠിക്കണം. അവിടെ എവിടെയും കുടയാൻ പറ്റത്തില്ല, വേസ്റ്റ് ബിന്നിനകത്ത് കൊണ്ടിടാൻ പറ്റത്തില്ല, എങ്ങും കൊണ്ട് വാഷ്റൂമിൽ കൊണ്ട് കളയാൻ പറ്റത്തില്ല, ഫ്ലഷ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെവിടെ കുടയണം? തീയിലേക്ക് കുടയണം. എത്ര പേരൊരു തീരുമാനം എടുക്കും? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ആ തീ ആവശ്യമുണ്ടപ്പാ, എൻ്റെ ജീവിതത്തിൽ ആ തീ ആവശ്യമുണ്ടപ്പാ, എൻ്റെ ജീവിതത്തിൽ ആ തീ ആവശ്യമുണ്ടപ്പാ, എൻ്റെ ജീവിതത്തിൽ കർത്താവെ അണഞ്ഞിടക്കുന്ന ആ തീ, കെട്ടുപോയ ആ തീ, കർത്താവെ എന്നെ തിരികെ കത്തിക്കുവാൻ ഞാനിത് ആ തീരുമാനം എടുക്കുന്നത്. എത്ര പേര്? എല്ലാവരും കണ്ണടച്ചാട്ട് ഒരു നിമിഷം കർത്താവിൻ്റെ മേശയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ട്, കർത്താവെ എൻ്റെ ജീവിതത്തിൽ കെട്ടുപോയ തീ, കർത്താവെ എൻ്റെ ജീവിതത്തിൽ അണഞ്ഞു കിടക്കുന്ന ആ തീ ഇന്ന് കർത്താവെ അതൊന്ന് ഊതി കത്തിക്കുവാൻ, അതൊന്ന്
കർത്താവെ അതിനെ ചില വിറകളിട്ട് അതിനെ കത്തിച്ച് കർത്താവെ നിർത്തുവാൻ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തീരുമാനമെടുക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാവരും തീരുമാനമെടുത്താട്ടെ. എല്ലാവരും ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ അണഞ്ഞുപോയ ആ തീയെ കത്തിച്ചെടുക്കുവാൻ കർത്താവെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം, എൻ്റെ ഉപവാസ ജീവിതം, എൻ്റെ കർത്താവെ കൊടുക്കൽ, അതെല്ലാം കർത്താവെ അതിനാക്കി എടുക്കണമേ. എൻ്റെ ജീവിതത്തിൽ കർത്താവെ ഒരിക്കലും തീ അണഞ്ഞു പോകുന്നൊരു അനുഭവം ഉണ്ടാവരുതപ്പ. അതിനായിട്ട് എന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്കെല്ലാവർക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാഥ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ കൃപയിൽ കർത്താവെ ഞങ്ങളെ ഇതുവരെയും നടത്തിയെങ്കിൽ ഇനിമേലാലും ഞങ്ങളുടെ ജീവിതത്തിൽ അണഞ്ഞുപോയ തീകളെ കർത്താവെ അതെല്ലാം ഒന്ന് കത്തിച്ച് കർത്താവെ കത്തിച്ച് നിർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഏവർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.